ഹായ് ഗൈസ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീജയുടെ ലോണൊക്കെ ശരിയായി അവർ ബിസിനസ് തുടങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. ശ്രീ ഫുഡ് പ്രൊഡക്ട്സ് എന്ന ബോർഡൊക്കെ വെച്ച് എല്ലാവരും നിലവിളക്കിനു മുൻപിൽ നിൽക്കുന്നുണ്ട്. വേദ തിരികൊളുത്തുന്നു, പിന്നീട് ശ്രീജയും. അതിനുശേഷം വിക്രമും വിശ്വവും വിനയനും ഒക്കെ കൂടി ഉരലിൽ മല്ലിയും മുളകുമൊക്കെ പൊടിക്കുന്നു. നന്ദിനിയാണെങ്കിൽ മുഖമൊക്കെ വീർപ്പിച്ച് ദേഷ്യത്തോടെ ആട്ടുകളിൽ ആട്ടുന്നുണ്ട്. അച്ചമ്മയും കമലയും ഉണ്ണിയപ്പം ചുടുന്നു. അങ്ങനെ പറമ്പിൽ മാഷും വിക്രമും ചേർന്ന് വാഴയ്ക്ക് തടമൊക്കെ എടുക്കുന്നു. വേദ അടുത്ത് നിന്ന് സഹായിക്കുന്നു. അങ്ങനെ ആ വീട് നിറയെ സന്തോഷഭരിതമായൊരു നിമിഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നതും കാണാം. പിന്നീട് വിക്രമും വേദയും അമ്പലത്തിൽ തൊഴുത് കുറച്ചു നേരം അമ്പലത്തിൽ നല്ല നിമിഷങ്ങളൊക്കെ പങ്കിടുന്നു. അന്നേരം വേദയുടെ അനുജത്തി ഒരാളുമായി അടുപ്പത്തിലാവുന്നുണ്ട്. വേദ വിചാരിച്ചത് വിക്രം മല ചവിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങി എന്നാണ്. പക്ഷെ വീണ്ടും സ്വന്തം വീട്ടിൽ തന്നെ ഓരോ ദിവസവും ഓരോ കുരുക്ക് മുറുകുന്നതാണ് വേദയ്ക്ക് തോന്നിയത്. ഇതേപ്പറ്റി അറിയാൻ വേണ്ടി വേദ അനുജത്തിയെ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവൾ വേദയെ അനുസരിക്കാൻ തയ്യാറാകുന്നുമില്ല. വിഷമത്തോടെ എന്തു പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തു നിൽക്കുന്ന വേദയെ കാണിക്കുന്നതോടെ പ്രമോ അവസാനിക്കുന്നു. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു സംഭവബഹുലമായ എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.